കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, അതുകൂടാതെ ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ, ഇവരുടെ സംയുക്ത യുദ്ധത്തിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും തന്നെ തുടങ്ങിയിരിക്കുന്ന ED ക്ലബിന് വേണ്ടി, ED ക്ലബ് എന്ന് പറഞ്ഞാൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്, ഈ ക്ലബിലെ കുട്ടികൾക്കായിട്ട് ഒരു 12 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം, ഓൺലൈൻ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം നടന്നു വരികയാണ്. അതിലെ 11ാമത്തെ ക്ലാസ്സാണ് ഇവിടെ എടുക്കുക. എല്ലാവരും ഓണ്ടർപ്രണർഷിപ്പ് എന്തുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്? അതായത് എല്ലാവരും എംപ്ലോയി ആകാതെ ചിലരെന്താകണം, എംപ്ലോയർ ആകണം, തൊഴിൽ നൽകുന്നവരാണ്. തൊഴിലാളി ആകാതെ തൊഴിൽ നൽകുന്ന ആളുകളുടെയും ആവശ്യകതയുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ബിസിനസ്, ഇപ്പം MA യൂസഫ് അലി, അദ്ദേഹം ഏതാണ്ട് 60,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. അദ്ദേഹം ഒരു എംപ്ലോയി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു തൊഴിലവസരം കൂടെ കവർന്നെടുക്കുകയുള്ളൂ. അതേസമയം അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇതുപറ്റി 60,000-ൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ പല ടാറ്റ ഗ്രൂപ്പ് ആണെങ്കിലും, ബിർല ആണെങ്കിലും, പിറ്റെക്സ് ആണെങ്കിലും, അതുകൊണ്ട് കേരളത്തിലെ ഏത് മലബാർ ഗോൾഡ്, അതുപോലെ ജിയോജി സെക്യൂരിറ്റീസ്, കേരളത്തിൽ തന്നെ പല പ്രമുഖ കമ്പനികളുടെ ബിസിനസ്സുണ്ട്. ഇവരെല്ലാം നിരവധി തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മളുടെ ഈ സ്കൂളിലും ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ 40 പേര് അംഗങ്ങളാണെങ്കിലും അതിന്റെ അകത്ത് 10-18 പേരോളം ഈ ക്ലബിൽ പങ്കെടുത്തെങ്കിലും ലാസ്റ്റ് വന്നപ്പോൾ ആക്റ്റീവായിട്ട് പങ്കെടുത്ത 5-8 പേരാണുള്ളത്. പക്ഷെ ഈ 5-8 പേരിലാണെങ്കിലും വളരെ നല്ല പല ബിസിനസ്സുകളും നമുക്ക് കാണുകയുണ്ടായിരുന്നു. പല മേഖലയിൽ ഇതുവരെ ആരും ഇറങ്ങി ചെല്ലാത്ത ചില മേഖലയിൽ നിന്ന് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഈ ബിസിനസ് യുവ ഓണ്ടർപ്രണേഴ്സ്, യങ് ഓണ്ടർപ്രണേഴ്സ് അല്ലെ, യുവ സംരംഭകർ, അവര് പലരും ഉണ്ട്. ഇവിടെ ഇന്നുണ്ട്. അവരെല്ലാവരും അവരുടെ ബിസിനസ് പ്ലാന് ഇന്ന് അവതരിപ്പിക്കുന്നതാണ്. 11ാമത്തെ ദിവസത്തെ പ്രോഗ്രാം, 11ാമത്തെ ദിവസമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന പ്രോഗ്രാം. ബിസിനസ് പ്രസന്റേഷൻ ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ബിസിനസ് ഇന്ന് മറ്റ് കുട്ടികളുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കുകയാണ്. അത് നമുക്ക് കാണാം. ആദ്യമായിട്ട് ബിസിനസ് അവതരിപ്പിക്കാനായിട്ട് MD, മാനേജിംഗ് ഡയറക്ടർ, CEO, എല്ലാം അല്ലേ? സോൾ ട്രേഡിംഗ് കൺസേണാണോ, പാർട്ണർഷിപ്പ് ആണോ, ബിസിനസ് ആണോ? സോൾ ട്രേഡിംഗ് കൺസേണിലാണ് ദേവി നന്ദിന താനി പീപ്പിൾസ് സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ദേവി നന്ദിനെ നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവി നന്ദിന. അപ്പം ED ക്ലബിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ചെയ്തൊരു പ്രൊജക്റ്റാണ്, പ്രസന്റേഷനാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത്. അതിൽ പറയുകയാണെങ്കിൽ എന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് പിക്കിൾ മേക്കിംഗ് ആയിരുന്നു. തനി പിക്കിൾസ് ആണ് കേട്ടോ എന്റെ പിക്കിളിന്റെ പേര്, തനി പിക്കിൾസ് ആണ്. അപ്പം ഇതിലേക്ക് എത്താൻ ഉള്ള ഒരു കാരണം എന്താണെന്നാണ് ഞാൻ പിന്നെ പറയുന്നത്. നമുക്ക് മാർക്കറ്റില് ഒരുപാട് പിക്കിൾസ് ഉണ്ട്, ഒരുപാട് പിക്കിൾസ് ഉണ്ട്. പക്ഷെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മുടെ ടേസ്റ്റ് ഒക്കെ കളഞ്ഞ് അങ്ങനെ ഒരു പിക്കിൾസ് ആണ് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നെ അടിപൊളി അച്ചാറ്. അപ്പം ആ ഒരു ഇതില്, അതായത് വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാർക്ക് വരുമ്പോൾ കൊടുക്കുമ്പോൾ അടിപൊളിയാണല്ലോ, അപ്പൊ എന്നാ അത് മാർക്കറ്റ് ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഐഡിയയിലേക്ക് തനി പിക്കിൾസിനകത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോ അതാണ് എന്റെ ഒരു മെയിൻ കാരണം. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് ഹോംമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഐഡിയ, എന്റെ പ്രൊജക്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ആയിരുന്നു, ഞാൻ അഡ്വർടൈസ്മെന്റിന് ഉപയോഗിച്ച എന്റെ മെറ്റീരിയൽ ആയിരുന്നു ഈ കാണുന്നത്. പിന്നെ വരുന്നത് എന്റെ കസ്റ്റമേഴ്സിനെ പറ്റിയായിരുന്നു. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളും ടീച്ചേഴ്സും എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെയാണ് മെയിനായിട്ട് എയിം ചെയ്തിരുന്നത്. അവരാകുമ്പോൾ എന്താ പറയാ, കുട്ടികൾക്ക് ആണെങ്കിൽ നമ്മുടെ ക്ലാസ് പഠിക്കുന്നവർക്കാണെങ്കിൽ ജാറും പാക്കറ്റുമായിട്ട് ഇറക്കിയിരുന്നു. 2 രൂപയ്ക്ക് പാക്കറ്റും അല്ലാണ്ട് ജാറ് 250 ഗ്രാമിന്റെ 50 രൂപയ്ക്കാണ് ഞാൻ ഇറക്കിയിരുന്നത്. മെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് 2 രൂപയ്ക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ ലഞ്ച് ബ്രേക്കിന്റെ ഇടയ്ക്ക് ഇറക്കി വിടുവാണെങ്കിൽ ആ സാധനം വിറ്റു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ 2 രൂപയ്ക്ക് പാക്ക് ഇറക്കി വിട്ടിരുന്നത്. അത് അത്യാവശ്യം വിജയകരമായിരുന്നു. പിന്നെ 12 ബോട്ടിൽ ഞാൻ വിറ്റു. 12 ബോട്ടിൽ ഉണ്ടാക്കിയിരുന്നുള്ളായിരുന്നു. അപ്പം അത് മൊത്തം വിറ്റുപോയി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനൊരു നന്ദിയുണ്ട് കേട്ടോ എന്റെ വക. പിന്നെ ഞാൻ പറഞ്ഞ തന്നെ ഓൺലൈനായിരുന്നു എന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നേരിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. എനിക്ക് സ്കൂളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ എയിം എന്റെ സ്കൂളായതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നതിന് ചെറിയൊരു തടസ്സമുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു കുറച്ച്. എല്ലാരും എന്താ കൊണ്ടുവരുന്ന രീതിക്കാകുമ്പോൾ എല്ലാരും ശ്രദ്ധിക്കുന്ന മാത്രമല്ല, അതെനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. അതാണ് എന്റെ ഒരു എന്താ പറയാ ഫേസ് ചെയ്ത ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. പിന്നെ എനിക്ക് ടോപ്പ് കസ്റ്റമർ ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും തന്നെ അടിപൊളിയാന്ന് പറഞ്ഞു. നിഹാലാണ് എന്റെ ആദ്യ കസ്റ്റമർ. താങ്ക് യു. നിഹാല അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എന്റെ കാര്യം നല്ലതാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അവിടെ നല്ലൊരു താങ്ക്സ്. അതുപോലെ ടീച്ചേഴ്സ് നല്ലതാന്ന് പറഞ്ഞു. എല്ലാവർക്കും താങ്ക്സ്. പ്രൊഡക്റ്റ് സർവീസ് ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു, പിക്കിൾസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ലിസ്റ്റാണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്റെ ചെലവുകളെ പറ്റിയാണ് ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത്. മാംഗോ ഉണ്ടായിരുന്നു, ലെമൺ ഉണ്ടായിരുന്നു, ജിഞ്ചർ ഉണ്ടായിരുന്നു. ജിഞ്ചർ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിയിട്ടില്ല കേട്ടോ, അത് വെയിറ്റിംഗിലാണ്. അപ്പം ഇതിന്റെ അളവുകളും അതിന്റെ ഇപ്പോഴത്തെ MRP കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പരിശോധിക്കാമോ? പിന്നെ ജാറിന്റെ പ്രിന്റിന്റെ പൈസ എന്റെ വെച്ചൊരു പ്രിന്റിംഗ് അടിച്ച് നടത്തിയില്ലായിരുന്നു, അത് അതിന്റെ പൈസയാണ്. പിന്നെ ലേബർ ചാർജ് 30 രൂപ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തം ടോട്ടൽ 600 രൂപയാണ് എനിക്ക് ചെലവ് വന്നിട്ടുള്ളത്. പിന്നെ എന്റെ ഇൻകം വരുവാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 600 രൂപയാണെങ്കിലും കിട്ടിയത് 820-ലധികം കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്ലസ് ഇട്ട് കൊടുക്കാൻ കാരണം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 രൂപ പാക്കറ്റ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത് കൊണ്ട് ഇറങ്ങുന്നതുകൊണ്ട് അതാണ് പ്ലസ് ഇട്ട് കാണിച്ചിരുന്നത്. പിന്നെ ഇൻകം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 220 രൂപയാണ്, അതും പ്ലസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പ്ലസ് ഇട്ട് കാണിച്ചിരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് വരുവാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എന്താണ് പഠിച്ചെടുത്തതെന്നാണ് ഈ ഒരു സ്ലൈഡ് കാണിക്കുന്നത്. വാട്ട് ഹാവ് യു ലേൺ? എന്റെ ഉള്ളിൽ ഒരു ബിസിനസ് സ്പാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു പ്രൊജക്ട് ആണ്. എനിക്ക് ഇപ്പൊ ഈ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ് തന്നതും ഇത് തന്നെയാണ്, ഓഫ്കോഴ്സ് ഇത് തന്നെയാണ്. പിന്നെ വരുവാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഞാനിങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ഈ ആക്ടിവിറ്റി കാരണം കൊണ്ട് തന്നെയാണ്. അപ്പം അച്ചാർ വെച്ചല്ലേ അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം എനിക്കൊരു പേരുണ്ടാക്കി തന്നതും ഇത് തന്നെയാണ്. അപ്പൊ അതിനും ഈ ED ക്ലബിലുള്ള എല്ലാ സംഘ എന്താ പറയാ ആളുകളെയും ടീച്ചേഴ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം നമ്മളെ പഠിപ്പിച്ചായിരുന്നു സർവേ നടത്തണം, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം, സാമ്പിൾ ഉണ്ടാക്കണം. ഇതൊക്കെ നല്ല സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ അതായത് ഒരു ബിസിനസ് എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ടോട്ടലായിട്ട് അല്ലെങ്കിൽ ടോട്ടലായിട്ടെന്ന് പറയാം, ഇപ്പൊ നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് നല്ല ടോട്ടലായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരുന്നത്. അപ്പൊ ഞാൻ അത്രയും നല്ലപോലെ ഇതിനകത്ത് മനസ്സിലാക്കിയെടുത്തോണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. പിന്നത് പറയുവാണെങ്കിൽ ഓക്കെ എന്റെ ഡിഫിക്കൽട്ടീസ് ആണ് പിന്നെ പറയുന്നത്. ഇപ്പം നമ്മള് +1 +2 ഒക്കെയാണ്, അതുപോലെ തന്നെ അതിന്റേതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പഠിക്കുന്നതിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ സമയമാണ് മെയിൻ പ്രശ്നമായിട്ട് വന്നത്. അപ്പം ഇത് ഞാനൊന്ന് ഒതുക്കി നിർത്തിയിട്ട് പിന്നീട് തുടരാനുള്ള ഒരു സംഭവത്തിലാണ് ഇപ്പം ഏറ്റവും അവസാനമായി വന്നു നിൽക്കുന്നത്. അതാണ് എന്റെ കറന്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ മാർക്കറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര വലിയ അടിപൊളി സംഭവമായിട്ടത്. പിന്നെ എന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു മാർക്കറ്റിംഗ് സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ന, ഒരു ടാലന്റ് ഒരു സ്കിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു വേദി കൂടിയാണിത്. ഭയങ്കരമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയെങ്കിലും മാർക്കറ്റിംഗ് സ്കിൽസ് ആണെങ്കിലും നല്ലപോലെ ഉണ്ടെന്ന് ഞാൻ സത്യമായിട്ട് നല്ലപോലെ പറയും. എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഇത് തന്നെയാണ്. സത്യമാണ്, ഞാൻ സത്യമായിട്ട് പറയണ്ടേ, ഇവിടെ ഒന്നൊന്നും പറയണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു സംഭവം ആദ്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര വലിയ ഇതായിരുന്നു തൈകാര്യം. അപ്പൊ ആ സംഭവം കിട്ടിയത് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടാണ്. പിന്നെ എന്റെ പിക്ചർ വെച്ച് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ട്രോളൊന്നും ഇറക്കി വിടാണ്ട് ചെയ്തതില്. പിന്നെ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, ഹൗ ടു ഗെറ്റ് ഫീൽ ടു ട്രൈ സംതിങ് ന്യൂ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യണം. വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് ഒരു ബിസിനസ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സംഭവം തന്നെയാണ്. ഗെയിം കളിച്ച് അതും ഇതൊക്കെ കാണിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കറന്റ് ആയിട്ട് ഞാൻ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നല്ല, എനിക്ക് അതിന്റെ ലാക്ക് ഓഫ് ടൈം ഉള്ളതുകൊണ്ട് ഞാനിത്
കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പിന്നീട് ആരംഭിക്കാനുള്ള രീതിക്കാണ് ഇപ്പൊ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് ലേണിംഗ്സ് കാര്യങ്ങളൊക്കെ അടുത്ത് വരും. അതാണ് ഈ ബിസിനസ്. പിന്നെ നമ്മള് ക്ലാസ്സിൽ പെട്ട സാറിന്റെ സ്വന്തം ഫോട്ടോസ് താങ്ക് യു സോ മച്ച്. ഈ ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാമായിട്ട് ചെയ്ത എംബ്രോയിഡറി ബിസിനസ്സാണ്. അപ്പോൾ ഇതിനകത്ത് സത്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു ആദ്യമായിട്ട്. പക്ഷെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്തതാണ് സത്യമായിട്ടും. എന്റെ ബിസിനസിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേര് ഇട്ടിട്ടാണ് ഞാൻ ബിസിനസിന്റെ പേര് തുടങ്ങിയത്. സുൽത്താൻസ് എംബ്രോയിഡറി വർക്ക്സ് എന്നാണ് ഞാൻ പേരിട്ടത്. ഇനിയിപ്പോ ഇതിൽ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ പ്രത്യേക ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഇത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഹോബി ആയിരുന്നു ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്കത് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്കത് ചെയ്യാൻ അറിയാമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ചുമ്മാ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം സക്സസ് ആയി ആദ്യം തന്നെ. അപ്പോൾ അത് ഞാനത് ചുമ്മാ ഹോബിയായിട്ട് ഇങ്ങനെ ചെയ്തു വരുമായിരുന്നു. അപ്പോഴാണ് ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോഗ്രാം വന്നത്. അപ്പോഴാണ് ഞാനത് ചുമ്മാ അപ്പൊ ഞാൻ ബിസിനസ് ഏതാന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ട്രെയിനിങ്ങിന്റെ എംബ്രോയിഡറി ആണ് ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതാണ് ബിസിനസ് ഞാൻ ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. എന്റെ മാർക്കറ്റിംഗായിട്ട് ഞാൻ മാർക്കറ്റിംഗ് മെറ്റീരിയലാണ്. സോ ഇതാണ് ഞാൻ അഡ്വർടൈസിംഗ് ആയിട്ട് ഉപയോഗിച്ചത്. പിന്നെ ഇവിടെ 3 വർക്കുകളിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് അഭിപ്രായം കിട്ടിയ 3 വർക്കുകളാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതാണ് ഞാൻ മാർക്കറ്റിംഗ് സൃഷ്ടിച്ച മാർക്കറ്റിംഗ് മെറ്റീരിയൽ. ഇതിനകത്ത് എത്ര കസ്റ്റമേഴ്സിൽ എത്തിയെന്നുള്ളതാണ് ചോദിച്ചത്. ഞാൻ ഒരു 3-4 പേരിലേക്ക് ചെല്ലാറ് വീടിനടുത്തുള്ള നെയ്ബേഴ്സിന്റെ അടുത്ത് തന്നെയാണ് ചെന്നത്. ഞാൻ സമീപിച്ചതെന്നു വെച്ചാൽ ഞാൻ അവർ വീട്ടിലേക്ക് ചെന്നിട്ട് അവരുടെ അടുത്ത് ഡയറക്റ്റ് കാര്യം അവതരിപ്പിക്കുക ചെയ്തു. അപ്പം അവര് പറഞ്ഞു നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ ഒരു പരിപാടി ഇങ്ങനെ ചെയ്യാൻ അറിയാമെന്നുള്ള കാര്യം അവർക്കറിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഈ ചെയ്യുന്നത്. അവര് കൂടുതൽ വീട്ടിലേക്ക് പുതിയ വീട്ടമ്മമാരാണ് കൂടുതൽ. അപ്പൊ അവര് ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അവര് ചുരിദാറിന് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അവരായിട്ട് മീറ്റ് ചെയ്തത്. പിന്നെ ഇതില് പറയാനുള്ളത് വെല്ലുവിളികൾ എന്ന് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നില്ല. ഞാൻ എല്ലാവരും വീട്ടിലോട്ട് ഡയറക്റ്റ് കയറി ചെന്ന് കാര്യം പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരുടെയും മറുപടിയൊക്കെ പോസിറ്റീവായിരുന്നു. ഇതിനകത്ത് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ എംബ്രോയിഡറി വർക്കാണ് ചെയ്തത്. അതില് ഞാൻ ഉണ്ടാക്കിയത് 14 പ്രൊഡക്ട്സ് ഞാൻ ആദ്യം ഉണ്ടാക്കിയായിരുന്നു. അതിൽ ആദ്യം ഞാനൊരു 3-4 ഉണ്ടാക്കിയത്. പക്ഷെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ബാക്കി ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഇതിനകത്ത് വിറ്റത് 2-3 വിറ്റുള്ളൂ. കാരണം ഞാൻ മെയിനായിട്ട് വിൽക്കാനുള്ള ഒരു പോയിന്റിലല്ല ഉണ്ടാക്കിയ സംഭവം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഹോബിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് വിൽക്കാനുള്ളൊരു പോയിന്റ് എനിക്കില്ലായിരുന്നു. അപ്പം പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 3 സെയിൽ ചെയ്തു. അതെന്റെ സ്വന്തക്കാർ തന്നെയാണ് വാങ്ങിയത്. ഒരു ഹോബി തന്നെ ബിസിനസ് ആക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ആ ചെയ്യുന്ന ഒരു ജോലിയായിട്ട് തോന്നിയല്ല അല്ലേ? ഹോബി തന്നെ നമുക്ക് ബിസിനസ് ആക്കി മാറ്റാം. സുൽത്താൻ ഇപ്പൊ തെളിയിച്ചത്. ഓക്കെ, ഇതിന് വില നിശ്ചയിക്കുന്നത് ഈ അച്ചാറൊക്കെ ഇപ്പൊ ദേവനന്ദനാണെങ്കിൽ അച്ചാറിന്റെ ബിസിനസ് ആയത്. പക്ഷെ അവർക്ക് തൂക്കം വെച്ചിട്ട് ഇപ്പം വില നിശ്ചയിക്കാൻ പറ്റും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തൂക്കം വെച്ചിട്ട് വില നിശ്ചയിക്കാൻ പറ്റില്ല. ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന എഫേർട്ടും ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു സ്റ്റിച്ചിന്റെ ഒരു രീതിയും കാര്യങ്ങളും വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റിച്ച് എന്തോരം കോംപ്ലിക്കേറ്റഡ് ആവും അതിനനുസരിച്ച് വർക്കിന്റെ റേറ്റ് കൂടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്ന വർക്കിന് 600 രൂപ വരെ എനിക്ക് മാക്സിമം 450 രൂപ വരെ കിട്ടിയിട്ടുണ്ട് വർക്കിന്. അപ്പോൾ 150 രൂപ മുതൽ 600 രൂപ വരെയൊക്കെയാണ് ഈ ഒരു വർക്കിന് ഞാൻ ഈടാക്കുന്നത്. ചിലപ്പം 2000-2500 രൂപ വരെയുള്ള റേറ്റുള്ള സംഭവം മാർക്കറ്റിനുണ്ട്. ഇതിനകത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പൈസയാണ് ചോദിച്ചത്. ഇതിനകത്ത് ഗോൾസ് ഇൻകം ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് 250 രൂപയാണ്. അത് ഈ എംബ്രോയിഡറി ഞാൻ യൂസ് ചെയ്യുന്ന ഈ വളയത്തിന് 90 രൂപയാണ്. പിന്നെ ഈ ഒരു തുണിക്ക് മീറ്ററിന് 150 രൂപയാണ്. പിന്നെ ഈ ചെയ്തേക്കുന്ന ത്രെഡിനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല പൈസ കിട്ടും. അങ്ങനെ എല്ലാം കൂടി 250 രൂപയായി. പിന്നെ എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയ വരുമാനം എന്ന് പറയുമ്പോൾ 370 രൂപയാണ്. അത് ഞാൻ 3 വിറ്റപ്പോഴാണ് എനിക്ക് അത്രയും കിട്ടിയത്. ഞാനപ്പോൾ ബാക്കിയും കൂടി വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കിട്ടിയതിന് ശേഷം ഞാൻ ആ രീതിയിൽ എടുക്കാത്തതുകൊണ്ട് ഈ 370 രൂപ എന്നൊരു വരുമാനം നേടാൻ പറ്റുള്ളൂ. പിന്നെ യഥാർത്ഥത്തിൽ എത്ര രൂപ 120 രൂപയുടെ ലാഭമാണ് ഞാൻ അതിനെടുത്തുള്ളൂ.
സത്യം പറഞ്ഞാൽ എന്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ആ ലാഭം വളരെ കുറവാണ്. പക്ഷെ ഇനിയും പ്രോഡക്റ്റ് വിൽക്കാനുണ്ടല്ലോ, വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ? ഇതാണ് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് വെച്ചേക്കുന്നത് ബിസിനസ് ആരംഭിക്കുന്ന പ്രവൃത്തിനെ കുറിച്ചും ഉള്ള ഒരു അഭിപ്രായമാണ്. ഞാൻ ആദ്യം ആലോചിച്ചത് ഈ സംഭവം തുടങ്ങാം, പെട്ടെന്ന് അങ്ങനെ കച്ചവടം ചെയ്യാന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ തുടങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് നല്ല പാടുള്ള പരിപാടി മനസ്സിലായത്. പക്ഷെ ഞാൻ എന്റെ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല ഹാർഡ് വർക്കും ക്ഷമയും വേണം ഈ സംഭവം ചെയ്യണമെങ്കിൽ. ഇതിന് ഒന്നാമത്തെ കാര്യം സമയക്കുറവായിരുന്നു. ഈ എംബ്രോയിഡറി നമുക്കിങ്ങനെ പിന്നീടൊക്കെ എഴുതുന്ന പോലെ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ സമയമെടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സമയത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ ബിസിനസ് തുടങ്ങിയത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പാടുള്ള പരിപാടിയാണ്. എന്തൊക്കെയായാലും ഞാൻ ഇതിലൂടെ ഒരു ബിസിനസ് തുടങ്ങുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കി. പക്ഷെ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഏൺ ചെയ്യുന്നുണ്ട്. കിട്ടിയെന്ന് വെച്ചാൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതൊരു ഹോബിയായിട്ട് തുടങ്ങിയിട്ട് അതിങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വിചാരിച്ചതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ സ്റ്റേജ് ഫിയറോ എന്തെങ്കിലും മാറിയോ? ഞാൻ എനിക്കിങ്ങനെ വീട്ടിലൊക്കെ കയറി ചോദിക്കാൻ മടിയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ആ ചേച്ചി നല്ല അഭിപ്രായമാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യമൊക്കെ അറിയിപ്പോൾ ഒരു സർപ്രൈസ്മെന്റ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോ എനിക്കിനി ആ ഏരിയ മുഴുവൻ കവർ ചെയ്യണമെന്നുള്ളതായി. അങ്ങനെ 3-4 വീടുകൾ പോയപ്പോഴത്തേക്ക് പിന്നെ സമയക്കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ 2-3 വീട് കൂടി പോയത്. അങ്ങനെ 3-4 വീട് കയറിയപ്പോഴത്തേക്ക് എന്റെ ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ഭയം മാറി കിട്ടി. അതാണ് എനിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടിയത്. പിന്നെ ഇത് ഭാവിയിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനിയിപ്പം ഇതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത പ്രോഗ്രാം കാരണം നിങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഉണ്ട്, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതായത് ഈ ഒരു പ്രോഗ്രാം കാരണം ആൾക്കാരായിട്ട് കൂടുതൽ ഇടപെടാൻ പറ്റി. അങ്ങനെ ആൾക്കാരെ ഞാൻ വിചാരിച്ചത് ഈ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് പാടുള്ളതാണ്. പക്ഷെ ഇതൊന്നാ കരുതിയത്. പക്ഷെ ഇങ്ങനെ വീടുകളിലൊക്കെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തത് അർച്ചന വിആർ ഈ ഒരു സംരംഭമായിട്ടാണ്. ഇതുവരെ ആരും ഇങ്ങനെ ഒരു സംരംഭം ഇതിനു മുമ്പും ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വേറെ ട്രെയിനിങ് പ്രോഗ്രാം നടന്നായിരുന്നു, പല സ്കൂളുകളിൽ നടന്നായിരുന്നു. എങ്കിലും ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ടാണ് ക്ലബില് ഫ്രഷ് കട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അർച്ചന തന്നെ പറയും. ഹായ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഈഡിംഗ് ക്ലബിന്റെ ഭാഗമായിട്ട് ചെയ്ത പ്രൊജക്ടിന്റെ ഒരു ബിസിനസ് പ്ലാൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രസന്റ് ചെയ്യാം, അതിനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അർച്ചന. ഞാൻ ചെയ്തത് ഈഡിംഗ് ക്ലബിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത വർക്ക്, എന്റെ പേര് ഫ്രഷ് കട്ട്സ് എന്നാണ്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുപാടുള്ള പ്രദേശത്തുള്ള പുല്ല് ചെത്തിക്കൊടുക്കുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡ് ആയിട്ട് തോന്നുമായിരുന്നു, പക്ഷെ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. ബാക്കി ഇവിടെ ഒത്തിരി പേര് ഇതിന്റെ ഭാഗമായിട്ട് കുറെ ഐഡിയാസ് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറെ ഐഡിയാസ് ചെയ്തിരുന്നു. ഞാനും അതുപോലെ വേറെ കുറെ ഐഡിയാസ് എനിക്ക് വന്നു. ഞാൻ സാറിനോട് പറയുന്നത് എല്ലാവരും സാറിനോട് പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാത്തിൽ നിന്നും കുറെ കൂടെ ഡിഫറെന്റ് ആയിട്ട് യുണീക്ക് ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. എന്തായാലും നമ്മളിങ്ങനെ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെയാണ് ഈ കൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് അങ്ങനെ ആരും ചെയ്യാറില്ല, ഇങ്ങനെ ബിസിനസ് ആയിട്ടൊന്നും ആരും ചെയ്ത് എന്റെ അറിവില്ല. അപ്പം എന്റെ വീടിന്റെ അടുത്തുള്ളവരെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ ബേസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം സ്കൂളിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രൊഡക്റ്റ് അല്ലോ. അവരെ പോലെ അച്ചാർ അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്ക് പോലെ സ്കൂളിൽ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പൊ ഇതൊരു സർവീസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു കൺസ്യൂമർ സർവേ നടത്തിയായിരുന്നു? അവിടെയുള്ളവരുടെ ആവശ്യം എന്താണ്? ഇങ്ങനെ ഒരു നീഡുണ്ട്, സമയക്കുറവുള്ളവരുണ്ടോ, ഈ ഒരു കേസ് ആവശ്യമാണെന്നുണ്ടോ, അങ്ങനെ ഒരു കൺസ്യൂമർ സർവേ നടത്തിയായിരുന്നോ? സർവേ നടത്തിയിരുന്നു. ഒത്തിരി ഐഡിയാസ് പറഞ്ഞത് സർവേയിലൂടെയും കൂടെയാണ് ഈ ഐഡിയയിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം എന്ന് തോന്നുക. ഒരുപാട് ചലഞ്ചസ് എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ബിസിനസ് ആകുമ്പോൾ നല്ല ടഫായിരുന്നു. പക്ഷെ ഈ സർവേയിലൂടെ ആയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി, ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അപ്പം ഹൈ ക്വാളിറ്റിയിൽ റീസണബിൾ പ്രൈസിൽ ചെയ്യാൻ പറ്റും എന്ന് കരുതി അതിലേക്ക് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് പോസ്റ്ററാണ്, അതിനുശേഷം ചെയ്തത് പോസ്റ്ററാണ്.
ഇതാ എന്റെ പോസ്റ്റർ ഞാൻ തന്നെ ചെയ്തത്. ഇതൊന്നും ഞാൻ ഇതിനു മുമ്പ് വേറെ എന്തിനായാലും ചെയ്ത് വന്നിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അപ്പോ അതൊക്കെ എനിക്ക് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ പറ്റും. സോ ഇതാണ് എന്റെ പോസ്റ്റർ. ഇത് ഞാൻ സോഷ്യൽ മീഡിയ പിന്നെ എന്റെ കസ്റ്റമേഴ്സ് ആണ്, എന്റെ ഗോൾസ്. എന്റെ കസ്റ്റമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെയ്ബേഴ്സ് ആണ്. ഒരുപാട് ഇതിലോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല, ആ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോ ഞാൻ കുറച്ച് പേരിലോട്ട് മാത്രമേ എത്തിയുള്ളൂ. പക്ഷെ ആ ചെയ്ത കുറച്ച് പേര് എനിക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരും അതുപോലെ ഞാൻ പറഞ്ഞത്. ഞാൻ അവരെ എത്തിയെന്ന് വെച്ചാൽ നെയ്ബേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. പിന്നെ ഈ സർവേകൾ നടത്തിയതിന്റെ ഒരു കോൺഫിഡൻസിന് ഞാൻ നെയ്ബേഴ്സിനെ പോയി കണ്ട് സംസാരിച്ചപ്പം അവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ അത് അവർക്കും ഒരു ഇതായിരുന്നു. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ അത് വെച്ച് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ചലഞ്ചസ് പറയുകയാണെങ്കിൽ ആ സമയത്തായിരുന്നു കോവിഡ് ഭയങ്കരമായിട്ട് കുറച്ചൊന്ന് കൂടിയായിരുന്നു. എന്റെ പ്രദേശത്തായാലും സ്കൂളിലായാലും എവിടെയായാലും. അപ്പം പാൻഡമിക് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് മാറി. അപ്പൊ എനിക്ക് കുറെ ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സ്കൂൾ അടച്ചൊരു സമയം കുറച്ച് ദിവസത്തേക്ക്. അത് പിന്നെ ടൈം ഷോർട്ടേജ്. ഞാൻ ഈ ഇത്ര ദൂരത്തുനിന്നാ വരുന്നതെന്ന് അറിയാം. അപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നല്ല നേരമാവും. അപ്പൊ അത് കഴിഞ്ഞ് ഇതിനൊരു ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള കാര്യം നടക്കത്തില്ലായിരുന്നു. പിന്നെ ശനിയാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ട്. പിന്നെയുള്ള ഞായറാഴ്ച ദിവസമായിരുന്നു. അന്നാണ് ഞാൻ കൂടുതലും ചെയ്തത്. അപ്പൊ എനിക്ക് ടൈം ഷോർട്ടേജും ഈ പാനമിക് ഇഷ്യൂസും ആണ് മെയിനായിട്ട് ചലഞ്ചസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഉണ്ടായത്. പിന്നെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ആയാലും ഇങ്ങനെ ഒരു ബിസിനസ് ഞാൻ പറയാം വെറൈറ്റി ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അപ്പം എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ആ ഒരു സമയത്തിനോട് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് ഞാൻ നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു കാര്യമാണ്. പിന്നെ പ്രൊഡക്റ്റ് അല്ല നമ്മുടെ സർവീസ് ആയതുകൊണ്ട് 4 ദിവസമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ പ്രൊഡക്റ്റ് സോൾഡ് ഒന്നും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇത് സർവീസ് ആയതുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. സോ പിന്നെ എന്റെ സർവീസിന്റെ റേറ്റ് 60 rupees per hour ആണ്. അപ്പോ അതിൽ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പിന്നെ ഞാൻ നാട്ടില് എത്രയാണ് റേറ്റ് എന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി സാറിനോട് ചോദിച്ചു. കാരണം എനിക്കിങ്ങനെ റേറ്റ് കൊടുക്കണമെന്ന് എത്രയാണ് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ബിസിനസ് ചെയ്തിട്ടില്ല, എനിക്കിതിനെ കുറിച്ച് ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചാണ് അതിന്റെ റേറ്റ് തീരുമാനിച്ചത്. പിന്നെ റോ മെറ്റീരിയൽസ് പ്രത്യേകിച്ച് നമുക്ക് വലിയ വലിയ മെഷീൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഉപയോഗിച്ച് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ നൈഫ് വെച്ചാണ് തുടങ്ങി. പിന്നെ വീട്ടിൽ പശുവുള്ളതുകൊണ്ട് അമ്മ ചെയ്തുള്ള പരിചയം, കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നൈഫ് മാത്രമാണ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് 150 രൂപ, ഇതിന്റെ ആയാലും 150 രൂപ. പിന്നെ ടോട്ടൽ റവന്യൂ ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്തുള്ളൂ. ദിവസമാണെങ്കിൽ ടൈം അനുസരിച്ചാണ്. അപ്പൊ അതിന്റെ റവന്യൂ ഏകദേശം 300 രൂപയ്ക്ക് കിട്ടിയത്. അന്ന് പ്രോഫിറ്റ് ആയിട്ട് 150 കിട്ടും. ഞാൻ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചെന്ന് ചോദിച്ചാൽ കൂടുതൽ കോൺഫിഡൻസ്. കാര്യം ഇവിടെ നിൽക്കുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ നന്നായിട്ട് മാറി. പിന്നെ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ എങ്ങനെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം എന്ന് ഈ ഒരു പരിപാടിയിലൂടെ മനസ്സിലാക്കാൻ. കാര്യം ഒത്തിരി പേര് ഇതിനകത്തോട് വന്നായിരുന്നു, വളരെ കുറച്ച് പേര് ഇത് ആക്റ്റീവായിട്ടെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വളർന്നായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ എക്സ്പീരിയൻസ് എന്നെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ആസ് എ സ്റ്റുഡന്റ് എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെ തുടങ്ങാം, ഇതിലോട്ട് എങ്ങനെ എത്താം, അല്ലെങ്കിൽ ഭാവിയിൽ വേറെ ചെയ്യാം, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ കൊമേഴ്സ് സ്റ്റുഡന്റ് കൂടെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കൂടുതൽ പഠിച്ചത് കുറെ കൂടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. അതൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടി. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഞാൻ ബിസിനസ് സക്സസ്ഫുൾ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റർ ആയാലും ഈ ക്ലാസ്സിൽ ആക്റ്റീവായിട്ടായാലും പങ്കെടുത്തത്. പിന്നെ ഈ ബിസിനസ്സിൽ ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് അത്. പിന്നെ ബാക്കിയുള്ളവരായിട്ട് എനിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് നിങ്ങളോട് പറയാനായിട്ട്, നമുക്ക് ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ കൂടെ, സോൾ പ്രൊപ്പറേറ്റർ ആകുമ്പോൾ കൂടെ സെൽഫ് കോൺഫിഡൻസും ഒരു വിശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം, ഏത് കാര്യം, ബിസിനസ് ആയിക്കോട്ടെ, ലൈഫിൽ എന്ത് കാര്യമായാലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ പ്രോഗ്രാം. പിന്നെ എന്റെ ഇംപ്രൂവ് സ്കിൽസ് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അത്
അത് കുറെ കൂടെ വളർത്താൻ പറ്റി. കാരണം നെയ്ബേഴ്സിന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക് ഒന്നും സംസാരിക്കത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ കൂടുതൽ എങ്ങനെ സംസാരിക്കാനൊക്കെ പഠിച്ചു. പിന്നെ ഇതുപോലെ ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ടെൻഷൻ ഉണ്ടെങ്കിലും നന്നായിട്ട് നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ ഈ ബിസിനസ് എന്തായാലും ഉടനെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടൈമുണ്ട്. പിന്നെ നമ്മൾക്ക് ചുമ്മാ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ട്. പക്ഷെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഉണ്ട്. എന്തെങ്കിലും ചെയ്യുക, അതിന് പ്ലാനിങ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഒരു സർവീസ് ആകുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു കാർഡ് പോലെ ചെയ്ത് ഷെയർ ചെയ്യാണ് ചെയ്തത്. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പറയുകയാണെങ്കിൽ നേരത്തേക്കാൾ കോൺഫിഡൻസ് കൂടി എനിക്ക് തോന്നുന്നു. കാരണം ഇത് തുടങ്ങി ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലോട്ട് വന്നപ്പോ എനിക്കിത് എന്താ ചെയ്യണമെന്നോ അത് ചെയ്യാൻ പറ്റുമെന്നോ ഒരു ഇതുമില്ലായിരുന്നു. തോക്കോ ജയിക്കോ ഒന്നും ഒരു ഇതുമില്ലായിരുന്നു. ഒരു കോൺഫിഡൻസ് ആയിട്ട് ഒന്നുമില്ലായിരുന്നു. ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഈ ബിസിനസ്സിലോട്ട് ഈ ഒരു വെറൈറ്റി ബിസിനസ് കണ്ടുപിടിക്കുക മാത്രമല്ല. അപ്പൊ ഇതിന് ശേഷമായിട്ട് പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് തന്നെ എക്സാമ്പിൾ ആണ്. പിന്നെ കോൺഫിഡൻസ് കൂടി, വിശ്വാസം ഉണ്ടായി. ഇതൊക്കെയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനി വരുവാണെങ്കിൽ ഇതുപോലെ ചെയ്യണം. എന്ത് പ്രോഗ്രാം ആയാലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതൊന്നും വിഷയമല്ല. പക്ഷെ നമ്മൾ പങ്കെടുക്കുക. പാർട്ടിസിപ്പേഷൻ ഇസ് ദ ബെസ്റ്റ്. സോ ഇതാണ് എന്റെ പ്രസന്റേഷൻ, ഇതാണ് എന്റെ പ്ലാനിങ്, ബിസിനസ് പ്ലാൻ. താങ്ക് യു. ഒരു വെറൈറ്റി ബിസിനസ്സുമായിട്ടാണ് വന്നേക്കുന്നത്. സാധാരണ എല്ലാവരും വരുന്ന ഒരു ബിസിനസ്സായിട്ടല്ല വന്നത്. MMN, അത് മഹാദേവ് M നായർ, പ്ലാൻ വാട്ടറിംഗ് സർവീസ്. നേരെ ഇന്നത്തെ കാലത്ത് പലരും ജോലിക്കാരാണ്. അവർക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഗാർഡൻ നനയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമയമില്ലാത്തപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുണ്ട്. അതായത് കൺസ്യൂമേഴ്സിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു ബിസിനസ് വിജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഏത് പ്രോഡക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലും ഏത് സർവീസായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലും അത് വിജയിക്കും. ഗാർഡൻ നനച്ചു കൊടുക്കുന്ന ഒരു പുതിയ ഒരു അവസരമായിട്ട് ഇവിടെ തന്നെ ഇപ്പോൾ NSSന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പം പച്ചക്കറിയൊക്കെ കണ്ടുപിടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന് അങ്ങനെ ഒരു അവസരം ഉണ്ടോ എന്ന് മഹാദേവനോട് ചോദിച്ചിട്ടുണ്ട്. ഞാനത് കോർഡിനേറ്ററൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അതിനുള്ള ഒരു ഫണ്ടിങ് സംവിധാനങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. വോളണ്ടറി ആയിട്ട് ചെയ്യുമെന്ന് മഹാദേവനോട് ചോദിക്കണം. എന്നാൽ അങ്ങനെ ഇതൊന്ന് നനച്ചു കൊടുക്കുന്ന ഒരു സർവീസ് അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്, ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല സ്കൂളുകൾക്കും അങ്ങനെ ഒരു ഫണ്ടുണ്ട്. ഈ NSSന്റെ പച്ചക്കറി കൃഷിയൊക്കെ നനച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കോർഡിനേറ്റർ അവർക്ക് ഫണ്ടൊക്കെ ഉണ്ട്. അത് മറ്റ് സ്കൂളുകാർക്കും അനുകരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഏൽപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ഞാൻ ഈ ബിസിനസ് നടത്താനുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് സർവേ നടത്തി. ഇപ്പൊ അതിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ചെടികൾ നനയ്ക്കാനും അതിനുള്ള കാര്യങ്ങൾക്കുള്ളതൊക്കെ സമയമില്ലാന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു തോട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് പെർഫോം ചെയ്തത്. സോഷ്യൽ സർവീസ് പോലെ ഒരു സംഭവത്തിലോട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് എന്റെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഗോൾസ് ഞാനാണെങ്കിൽ 4 വീട്ടിലാണ്. 1 മണിക്കൂറിന് 50 രൂപ വെച്ചായിരുന്നു ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. 1 മണിക്കൂർ ഓരോ 4 ദിവസം ഓരോ വീടുകളിൽ പോയി ആണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ക്ലാസ്സുള്ള ടൈമുകളിലാണെങ്കിൽ വൈകുന്നേരം പോകും. അല്ലാത്ത ഇതെല്ലാം രാവിലെയാണ് പോയി ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അവരെ ഞാൻ വീടുകളിൽ പോയി കണ്ട എന്റെ ബിസിനസ് പ്ലാൻ അവരുടെ അടുത്ത് ഞാൻ റിവീൽ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നേരിട്ട് വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന്റെ ഇതൊരു വലിയ വെല്ലുവിളിയാണ് ഈ സർവീസിനെ അപേക്ഷിച്ച്. അപ്പോൾ അതൊരു വലിയ ഇതായിട്ട് ചലഞ്ചസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ടോപ്പായിട്ട് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നോട് പറഞ്ഞ് ഈ ബിസിനസ് നീ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കാരണം ഇതൊരു സർവീസ് ആയതുകൊണ്ട് പിന്നെ ടൈമിന്റെ ഇതുകൊണ്ട് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം ആയതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യുന്നതിൽ കാണിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവർ ഈ ബിസിനസ് എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡേയ്സിന്റെ സർവീസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ 1 മണിക്കൂറിന് 50 രൂപ വീതമായിരുന്നു കോസ്റ്റ് ഓഫ് ഇഞ്ച് പ്രോഡക്റ്റ് അത് സർവീസിന് ചെയ്തായിരുന്നു. പിന്നെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് റോ മെറ്റീരിയൽസ് ഒന്നും വേണ്ട കാര്യം പറ്റില്ല. കാരണം കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പൈപ്പ് സാധനങ്ങളായാലും പിന്നെ അതുപോലെ തന്നെ വാട്ടർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കസ്റ്റമേഴ്സിന്റെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ റോ മെറ്റീരിയൽസോ കാര്യങ്ങളോ കോസ്റ്റോ ഒന്നും എനിക്ക് അതിലോട്ട് ഇടേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ
ഇതിലോട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എനിക്ക് ഒരു കാര്യം വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ വീട്ടിലുള്ള വെള്ളമുണ്ട്, പൈപ്പുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഹാർഡ് വർക്കിംഗ് മാത്രം മതി. നമ്മളെ നനച്ചു കൊടുക്കുന്നതിന്റെ ഒരു കാര്യം മാത്രമേ ഇതിന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ ഇതിലൂടെ ഒരു മനസ്സിലായി സീറോ ബാലൻസിലൂടെ നമുക്കൊരു ബിസിനസ് തുടങ്ങാമെന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ ഈ ഒരു പ്ലാന്റ് മാർക്കറ്റിംഗ് സർവീസിൽ നിന്ന് എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 200 രൂപയാണ്. അത് 4 ദിവസം 50 രൂപ വെച്ച് ഒരു മണിക്കൂറിന്റെ ഇത് 200 രൂപ അങ്ങനെ എനിക്ക് കിട്ടി. പ്രോഫിറ്റ് 200 തന്നെയാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരു സർവീസസ് ആയാലും കാര്യങ്ങളായാലും വളരെയധികം ഇതായിട്ടുള്ള കാര്യമാണ്. പിന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ വർത്തമാനം പറയാൻ ഒക്കെ ഭയങ്കര പേടിയുള്ള ആരാണ്, കോൺഫിഡൻസ് ഉള്ള ആരാണ് ഒരു ആളായിരുന്നു. ഇപ്പൊ എനിക്കത് വളരെയധികം കൂടി. വിനോദ് സാറിന്റെ ക്ലാസ് ആണെങ്കിലും വളരെയധികം ഞങ്ങൾക്ക് ഒരു എഫക്റ്റീവായിട്ട് തോന്നി. സാറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ആ രീതിയിലൂടെ എനിക്ക് കൂടുതലും കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഇ ഡി ട്രെയിനിങ് എന്ന പ്രോഗ്രാമിലൂടെ എനിക്ക് വളരെ നന്നായിട്ട് കിട്ടിയ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. മാസ്കിനുള്ളിൽ പുഞ്ചിരി തൂകും കുഞ്ഞിക്കുരുവികളെ, പറന്നു പറന്നു പറന്നുവായത് വിദ്യാലയമുറ്റം. ഇത് നന്മതൻ മുറ്റം, ഇത് സ്നേഹത്തിൻ തിരുമുറ്റം. ഇത് നന്മതൻ മുറ്റം, ഇത് സ്നേഹത്തിൻ തിരുമുറ്റം. അകന്നിരിക്കാം അടുപ്പമോടെ ഒന്നായി മുന്നേറാം. ഓടിയോടി വന്നിടൂ, ഇത് വിദ്യാലയമുറ്റം. ഇത് മികവേറും മുറ്റം, ഇത് സ്നേഹത്തിൻ തിരുമുറ്റം. ഇത് മികവേറും മുറ്റം, ഇത് സ്നേഹത്തിൻ തിരുമുറ്റം.